ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ മുതൽ തെക്കൻ ചൈന, ഇന്തോ ചൈന, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ന്യൂഗിനിയ എന്നിവിടങ്ങളിലൊക്കെ കണ്ടുവരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, നമ്മളെല്ലാവരും ഹൃദയത്തിലേറ്റി നടക്കുന്ന ഓർക്കിഡിൻ്റെ ഇനമായിട്ടുള്ള ഫെനലോപ്സിസ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. പൂന്തോട്ട വ്യാപാരത്തിൽ ഫാൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫെലനോപ്സിസ് കൃത്രിമ സാഹചര്യങ്ങളിൽ വംശവർധനവും പൂക്കളുമൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചട്ടിയിൽ ചെടികളായിട്ട് വിൽക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഓർക്കിഡുകളിലൊന്നാണ്. വിക്ടോറിയൻ ശേഖരത്തിലെ ആദ്യത്തെ ഉഷ്ണമേഖലാ ഓർക്കിഡുകളിൽ ഒന്നായിരുന്നു അവ. ടെട്രാപ്ലോയിഡ് ഹൈബ്രിഡ് ഫെലനോപ്സിസ് ഡോറിസിൻ്റെ വരവിന് ശേഷം അവയ്ക്ക് അവരുടെ പ്രാദേശിക ആവാസ വ്യവസ്ഥയുടെ ഏകദേശ സാഹചര്യങ്ങൾ നൽകാൻ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നിടത്തോളം കാലം അവ നമ്മുടെ എല്ലാം വീടുകളിൽ വളരാനും പൂവിടാനും ഒക്കെ വളരെ എളുപ്പമായിട്ട് മാറി. പൂന്തോട്ട സസ്യങ്ങളുടെ വിപണിയിൽ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുകയും നല്ല രീതിയിൽ എല്ലാവരിലേക്കും എത്തുകയും നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടൊക്കെ ചെയ്യാവുന്ന നല്ലൊരു ബിസിനസ്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഫെനലോപ്സിസ് വളർന്നു കഴിഞ്ഞു. വളരെ ആരോഗ്യമുള്ളതാണെങ്കിൽ നമ്മുടെ ഫെലനോപ്സിസ് ചെടികളിൽ 10 അതിലധികമോ ഇലകൾ വരെയൊക്കെ ഉണ്ടാകാം. അവർ ആഴ്ചകളോളം അവരുടെ പൂർണ്ണ മഹത്വത്തിൽ തന്നെ പൂത്തുലഞ്ഞു നിൽക്കുന്നു. വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പൂക്കൾ 2-3 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കും. അതിനുശേഷം ഒരു ഫെനലോപ്സിസ് ഓർക്കിഡിന് കൂടുതൽ ഇലകളും മുകുളങ്ങൾ, വേരുകൾ എന്നിവയുടെയൊക്കെ വികാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പരിചരണം കൊടുത്ത് സംരക്ഷിക്കേണ്ടതുണ്ട്. പ്രകൃതിയിൽ ഫെലനോപ്സിസ് സ്പീഷീസുകൾ ഊഷ്മളമായ താപനിലയാണ് ഇഷ്ടപ്പെടുന്നത്. 20 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താപനിലയിൽ വളരുന്നു. എന്നാൽ മിതശീതോഷ്ണ മേഖലകളിൽ മനുഷ്യവാസത്തിന് കൂടുതൽ സൗകര്യപ്രദമായ സാഹചര്യങ്ങളുമായിട്ട് നമ്മുടെ ചെടി പൊരുത്തപ്പെട്ടു പോകുന്നു. 18 ഡിഗ്രി സെൽഷ്യസ് താഴെയുള്ള താപനിലയിൽ അമിതമായിട്ട് നനയ്ക്കുമ്പോൾ ചെടിയുടെ റൂട്ട് ചീയലിന് കാരണമാകുന്നു. കൂടുതൽ കാലം 60 ഡിഗ്രി ഫാരൻഹീറ്റിന് താഴെ താപനില അനുഭവപ്പെടുകയാണെങ്കിൽ ചെടികളും അതിൻ്റെ ഇലകൾ പൊഴിച്ചു തുടങ്ങും. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ ഫെലനോപ്സിസ് സുന്ദരി മിതമായ ഈർപ്പവും കുറഞ്ഞ വെളിച്ചവുമാണ് ഇഷ്ടപ്പെടുന്നത്. എന്നിരുന്നാലും ഫെലനോപ്സിസ് ഓർക്കിഡുകൾക്ക് മിക്ക വീടുകളിലും കാണപ്പെടുന്ന ഈർപ്പം കുറവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കഴിയും. മറ്റു ഓർക്കിഡുകളെ അപേക്ഷിച്ചിട്ട് അവ സാധാരണയായിട്ട് കാഠിന്യമുള്ളവയാണ്. ഓരോ ഇലയുടെയും ചുവട്ടിലെ പോക്കറ്റുകളിൽ നിന്ന് പുഷ്പ സ്പൈക്കുകൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാനായിട്ട് കഴിയും. ആദ്യത്തെ അടയാളം ഇളം പച്ച നിറത്തിലുള്ള മിറ്റൻ പോലെയുള്ള വസ്തുവാണ്. അത് ബേസൽ ഇല ടിഷ്യൂവിൽ നിന്ന് നീണ്ടു നിൽക്കുന്നു. ഏകദേശം 3 മാസത്തിനുള്ളിൽ സ്പൈക്ക് നീണ്ടുവരികയും അത് പൂക്കാൻ ആവശ്യമായിട്ടുള്ള കൊഴുപ്പ് മുകുളങ്ങൾ വീർക്കുകയും തുടങ്ങും. കൂടാതെ വൈകുന്നേരത്തെ താപനില കുറയുന്നത് ഫെലനോപ്സിസിലെ പൂക്കൃഷിയെ നിയന്ത്രിക്കുമെന്ന ദീർഘകാല വിശ്വാസം തെറ്റാണെന്നും തെളിയിക്കപ്പെട്ടു. പകരം കുറഞ്ഞ പകൽ താപനില പൂക്കളെ സ്വാധീനിക്കുന്നു. അതേസമയം രാത്രിയിലെ താപനില ഒരു ഫലവും തന്നെ കൊടുക്കുന്നുമില്ല. അപ്പോൾ ഫെലനോപ്സിസ് വളർത്താൻ ആഗ്രഹിക്കുന്നവരും വളർത്തുന്നവരിൽ അറിയാത്തവരൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്തരം വിശേഷങ്ങളൊന്ന് പങ്കുവച്ചത്. പിന്നെ ഈ കാണുന്ന നമ്മുടെ എല്ലാം ഫെലനോപ്സിസ് സുന്ദരികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.